പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം DFIRA എന്ന ചിത്രം 2 ദിവസം കൊണ്ട് നമ്മൾ പറഞ്ഞു 26 കോടി 22 ലക്ഷത്തിലേക്ക് ചിത്രം എത്തിയിരിക്കുന്നു. അങ്ങനെ ഇന്നുകൊണ്ട് വമ്പൻ കളക്ഷൻ നേടും എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. ഗൾഫ് രാജ്യങ്ങളിൽ ഇതൊരു വമ്പൻ കളക്ഷനാണ് നേടുന്നത്. ഇന്നുകൊണ്ട് ഒരു പക്ഷേ 15 കോടി കടക്കും. ഗൾഫിൽ നിന്ന് മാത്രമായിട്ട് 2 ദിവസം കൊണ്ട് 10 കോടി കടന്ന ചിത്രം 14-15 കോടിയിലേക്ക് എത്താനുള്ള സാധ്യതയാണ്. ഇന്നും വമ്പൻ കളക്ഷനാണ് ഗൾഫ് മേഖലയിലും കണ്ടത്. വിദേശ മാർക്കറ്റിലെല്ലാം തന്നെ മികച്ച രീതിയിലുള്ള കളക്ഷൻ. അത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞത്. അതിന് കാരണം എന്ന് പറയുന്നത് ഒരു ഹൊറർ മൂവി ആകുമ്പോൾ അത് എല്ലാ പ്രദേശങ്ങളിലും ഒരുപോലെ, അത് ഭാഷ അറിയണമെന്നില്ല അല്ലേ. അതിൻ്റെ പ്രത്യേകത ഇതിനകത്ത് വളരെ സംഭാഷണം കുറവാണ്. അപ്പം ഭാഷ അറിയാതെ തന്നെ എല്ലാ സ്ഥലങ്ങളും ഇത് വമ്പൻ കളക്ഷൻ നേടുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ മലയാള സിനിമയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു കേരളത്തിൽ കളക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാശ് വിദേശങ്ങളിലാണ് കളക്ട് ചെയ്യുന്നത്. ഇന്നുകൊണ്ട് കേരളത്തിൽ ഇത് 15 കോടി കടക്കും. ഗൾഫ് മേഖലയിലും ഒരു പക്ഷേ 15 കോടി കടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. പിന്നെ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ കേരളവും ഗൾഫും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാലേട്ടൻ ചിത്രങ്ങളുടെ മാർക്കറ്റ്, മലയാള ചിത്രങ്ങളുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് കർണാടകത്തിലാണ്. കർണാടകത്തിൽ പ്രത്യേകിച്ച് ബാംഗ്ലൂർ നഗരത്തിൽ എല്ലാ ഷോകളും ഫുള്ളായിട്ട് ഓടുന്നതായിട്ടാണ് അറിയാൻ പറ്റുന്നത്. ഒരു തരംഗം തന്നെയാണ് ബാംഗ്ലൂർ. അപ്പോൾ കർണാടകത്തിലെ കളക്ഷൻ അറിയാൻ വേണ്ടി എല്ലാവരും വളരെ താല്പര്യത്തോടെ കാത്തിരിക്കുകയാണ്. ആദ്യ ദിനം ഈ ചിത്രം അവിടെ കളക്ട് ചെയ്തത് 45 ലക്ഷം രൂപയാണെങ്കിൽ രണ്ടാമത്തെ ദിവസം 75 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അതിന് ചെറിയ ഏറ്റക്കുറച്ചിലുണ്ടാകാം, കൂടാനേ സാധ്യതകൾ കുറയത്തില്ല എന്നുള്ളത് ഈ വിമർശകരെ സംബന്ധിച്ച് അവർ ആഹ്ലാദിക്കാനുള്ള വകയില്ല. കാരണം ഈ റേറ്റിൽ നിന്ന് കൂടാനേ സാധ്യതയുള്ളൂ, കുറയാൻ സാധ്യതയില്ല. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് ഇത് കളക്ട് ചെയ്ത് 1,20 ലക്ഷം രൂപയാണ്. ഒരു മലയാള സിനിമ കർണാടകത്തിൽ നിന്നൊക്കെ ഏകദേശം 75 ലക്ഷം രൂപയൊക്കെയാണ് രണ്ടാമത്തെ ദിവസം കളക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ പടത്തിൻ്റെ റേഞ്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. അതുപോലെ തന്നെ ഇന്നും അതിനേക്കാൾ കൂടുതൽ കളക്ട് ചെയ്യും എന്നാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നുകൊണ്ട് ചിത്രം 3 ദിവസം കൊണ്ട് കർണാടകത്തിൽ നിന്ന് മാത്രമായി 2 കോടിക്ക് മുകളിൽ DFIRA എന്ന ചിത്രം കളക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ പറ്റുന്നത്. തമിഴ്നാടും മോശമാകുന്നില്ല, പക്ഷേ കർണാടകത്തിൻ്റെ അത്ര ഇല്ലെങ്കിലും തമിഴ്നാട്ടിൽ ആദ്യ ദിനം കളക്ട് ചെയ്തത് 20 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തതെങ്കിൽ രണ്ടാമത്തെ ദിവസം 40 ലക്ഷം രൂപ കളക്ട് ചെയ്തു. പടിപടിയായിട്ടുള്ള കയറ്റമാണ് കാണിക്കുന്നത്. അങ്ങനെ 2 ദിവസം കൊണ്ട് 62 ലക്ഷം രൂപയാണ് തമിഴ്നാട്ടിൽ നിന്ന് കളക്ട് ചെയ്തത്. ഇന്നുകൊണ്ട് തമിഴ്നാട്ടിലും 1 കോടി കടക്കും എന്നാണ് അറിയാൻ പറ്റുന്നത്. അങ്ങനെ എല്ലാ മേഖലയിലും മികച്ച രീതിയിലുള്ള ബുക്കിംഗാണ് DFIRA എന്ന ചിത്രം നടത്തുന്നത്. അതുപോലെ ഇന്ത്യയിലെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളെല്ലാം നമ്മൾ പരിശോധിക്കുമ്പം മികച്ച രീതിയിലുള്ള ബുക്കിംഗാണ്. ഏകദേശം 3 കോടിക്ക് മുകളിലുള്ള തുകയാണ് ആ സ്ഥലങ്ങളിലെല്ലാം കൂടെ, കേരളം ഒഴിച്ചുള്ള സ്ഥലങ്ങളിലെല്ലാം കൂടെ കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം കണക്കുകൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, വിദേശ മാർക്കറ്റിൽ നിന്ന് തന്നെ ഈ ചിത്രം 14,52 ലക്ഷം രൂപയാണ് ആദ്യ 2 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത്. ഇന്നുകൊണ്ട് ഒരു പക്ഷേ 20 കോടി പിന്നിടും എന്ന് ഏകദേശം ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ തിങ്കളാഴ്ച ഉറപ്പായിട്ടും 50 കോടി പിന്നിടുന്ന പ്രണവ് മോഹൻലാലിൻ്റെ അടുത്ത ചിത്രവും തയ്യാർ എന്ന് പറയാം. ആദ്യം അതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം ഹൃദയം, അതുപോലെ അടുത്ത ചിത്രവും 50 കോടി പിന്നിടുന്നു. താമസിക്കാതെ തന്നെ 100-150 കോടി പിന്നിടും എന്ന് തന്നെ നമ്മൾ കരുതുന്നു. അപ്പം പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി നമ്മുടെ ചാനൽ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുക. താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.